കൊച്ചിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ഒരു സ്ഥലം. ഏറെ തിരക്കുകൾക്കിടയിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത് നഗരവാസികൾക്ക് തെല്ലൊരാശ്വാസമാണ്. ഇത് മറൈൻ ഡ്രൈവ്. മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. മറൈൻ ഡ്രൈവിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ മഴവിൽ പാലത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറെ രസകരമായൊരു കഥയുമുണ്ട്. ഇത്തരത്തിലൊരു പാലം നിർമ്മിക്കുന്നതിന് GCDA ഒരു മത്സരം തന്നെ നടത്തുകയുണ്ടായി. ഇതിൻ്റെ രൂപകൽപ്പന സംബന്ധിച്ച് ഏറ്റവും നല്ല ഡിസൈൻ തയ്യാറാക്കിയ ആൾക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതലയും കൊടുത്തത്. 1993 വെറും 6.5 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഇത്രയും മനോഹരമായൊരു പാലം നിർമ്മിച്ചത്. ഇതിൻ്റെ ഏറ്റവും രസമെന്ന് പറയുന്നത് ഈ പാലം രൂപകൽപ്പന ചെയ്തത് ഒരു ചീനവലയുടെ മാതൃകയിലാണ്. കടലിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്ന ചീനവലയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഇരുമ്പ് കമ്പികൾ, റോപ്പുകൾ അതാണ് പ്രതിദാനം ചെയ്യുന്നത്. പക്ഷേ കാലക്രമേണ ഈ ചീനവല പാലം റെയിൻബോ പാലം, മഴവിൽ പാലം എന്നാണ് അറിയപ്പെട്ടത്. ഈ പാലത്തിൻ്റെ രൂപകൽപ്പനയിൽ ബുദ്ധിപരമായ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇത് ദീർഘവൃത്താകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടന്നു പോകുക എന്നതിനപ്പുറം പാലത്തിൽ കയറുന്നവർക്ക് ഇവിടെ വന്നു നിന്ന് കാഴ്ചകൾ കാണുന്നതിനുള്ള സൗകര്യവും കൂടി ഈ പാലം ഒരുക്കിയിട്ടുണ്ട്. 22 വർഷത്തെ മാത്രം ചരിത്രമേ ഈ പാലത്തിനുള്ളൂ എങ്കിലും ഈ പാലം ഇന്ന് കൊച്ചിയുടെ ഒരു ലാൻഡ് മാർക്കുകളിലൊന്നാണ്. അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചിയെങ്കിൽ ആ റാണിയുടെ കിരീടം കണക്കെയാണ് ഇന്ന് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. മറൈൻ ഡ്രൈവിൻ്റെ നടപ്പാതയ്ക്ക് മുൻപ് ഇത്ര നീളമുണ്ടായിരുന്നില്ല. ചീനവല പാലത്തിന് തൊട്ടിങ്ങോട്ടുള്ള പ്രദേശം മുഴുവൻ സംരക്ഷിച്ചു പോരുന്നത് DTPC ആണ്. DTPCക്കാണ് ഈ പ്രദേശത്തിൻ്റെ സംരക്ഷണ ചുമതല. ചെറുതും വലുതുമായി നിരവധി ബോട്ടുകൾ മറൈൻ ഡ്രൈവിൽ സഞ്ചാരികളെ കാത്ത് കിടപ്പുണ്ട്. കായൽ സവാരി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മണിക്കൂർ അടിസ്ഥാനത്തിൽ ഇവ വാടകയ്ക്ക് ലഭിക്കുകയും ചെയ്യും. മറൈൻ ഡ്രൈവിൻ്റെ നടപ്പാത ചിൽഡ്രൻസ് പാർക്ക് വരെ നീട്ടിയപ്പോഴാണ് ഇത്തരത്തിലൊരു പാലം ഇവിടെ ആവശ്യമായി വന്നത്. നേരത്തെ കണ്ട മഴവിൽ പാലത്തിനോട് ഏകദേശ സാദൃശ്യമുള്ള പാലമാണിത്. പക്ഷേ ഇതിന് പേര് നൽകിയേക്കുന്നത് ചീനവല പാലമെന്നാണ്. 2002 ഇത് ഉദ്ഘാടനം ചെയ്തത്. കൈനോട്ടക്കാരെ മുതൽ മൊബൈൽ വിൽപ്പനക്കാരെ വരെ മറൈൻ ഡ്രൈവിലെ നടപ്പാതയിൽ നമ്മൾ കണ്ടുമുട്ടും. ഉപ്പിലിട്ട മാങ്ങ മുതൽ തന്തൂരി ചിക്കൻ വരെ വിൽക്കുന്ന കടകളും ഇവിടെയുണ്ട്.